ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്തൻ വഴികളും മൊഴികളും മറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ, ഇന്നൻ വഴികളും മൊഴികളും മറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ, കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. നാൾതോറുമേഴയെ നന്മയാൽ നടത്തുന്ന എൻ ദൈവമേ എൻ പൊന്നുദാതാ, സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്നും എൻ ദൈവമേ നിൻ സ്നേഹത്തിനായി. സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്നും എൻ ദൈവമേ നിൻ സ്നേഹത്തിനായി. സ്നേഹിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാളെ എത്രയും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും അങ്ങ് സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാൻ തക്കതിനോണം അവിടുത്തെ വചനത്തിൻ്റെ മഹത്വം ലോകം മനസ്സിലാക്കുവാൻ തക്കതിനോണം കർത്താവെ ഈ എളിയ ശുശ്രൂഷ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴിലും അങ്ങിലായിക്കൊണ്ട് ഈ മഹത്തായ സൃഷ്ടിനായിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്ത് സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ജോൺ സെക്രട്ടറി, അതുപോലെ തന്നെ ബിബിൻ കെ മാത്യു, സ്മിത ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല അത്ര. ഇവരെ രണ്ടുപേരും ഞാൻ ഓർക്കുന്നു. യു ആർ ന്യൂ സാറാണ്. ആദ്യമായിട്ടാണ് സാർ. ഓക്കെ. അപ്പോൾ ആദ്യമേ ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ജഡ്ജസ് മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ പ്രിയ പത്നിയാണ്. ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിലെ എന്നോടൊപ്പം കൂട്ടുവേലക്കാരായിട്ട് പ്രവർത്തിക്കുന്നു. കൂടാതെ എൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതലയും രാജി വഹിക്കുന്നു. അപ്പോൾ രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ജീന റാഫിയാണ്. ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ട് കാലമായിട്ട് ഈ സുഷൽ ബലയന എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. അബുദാബിയിലാണ് അവർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ വന്നപ്പോൾ ഇവിടെ കടന്നു വരുവാനും ഇതിലെ ഇന്ന് ജഡ്ജായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കാണിച്ച സന്മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എക്സ്റ്റെൻഡ് എ വെരി ഹാർട്ടി വെൽക്കം ടു ജീന. താങ്ക് യു. അടുത്തതായിട്ട് നിങ്ങളെയാണ് പരിചയപ്പെടുത്തേണ്ടത്. പ്രേക്ഷകരെല്ലാം ഒരു പക്ഷേ നിങ്ങളെ മറന്നു കാണും. ഇപ്പോൾ 3 വർഷമായി. മാത്രമല്ല അതിനേക്കാളൊക്കെ ഒരുപാട് പ്രേക്ഷകരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം പറയുക. ഓൾ റൈറ്റ്. ആദ്യമായിട്ട് മിസ്സസ് സാറാമ്മ ബോബൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാറാമ്മ ബോബൻ. ഞാൻ പാറ്റൂർ സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് ഇടവാങ്ങമാണ്. എനിക്ക് ഈ ബൈബിൾ ക്രൗൺ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിച്ചൊരു ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരവസരം തന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനലിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത് ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള ധാരണയോടുകൂടിയാണ് ഞാൻ വരുന്നത്. ദൈവം അതിനിടയാക്കട്ടെ. ഞാൻ അബുദാബിയിൽ 10-30 വർഷമായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കൊറോണ സമയത്ത് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നു. അബുദാബി ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ. ഞാനും യു എയിൽ ഉണ്ടായിരുന്നു.
സെൻറ് ആൻഡ്രൂസ് ചേർച്ചിൽ എല്ലാ ആഴ്ചയും ശുശ്രൂഷ നടത്തിയിരുന്നു. പക്ഷെ അവിടെ വെച്ച് അറിയപ്പെടുന്ന ബ്രദർ വിജയൻ എന്നായിരുന്നു. റൈറ്റ്. അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥന ദുബൈയിൽ വെച്ച് നടത്തും. 2000 പേരോളം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അറിയാമല്ലോ, അവിടുത്തെ ഏറ്റവും വലിയ ശുശ്രൂഷയായിരുന്നു. ഈ ബൈബിളിൻ്റെ പരിഭാഷയെ തുടർന്ന് എന്നെ അവിടെ ഡീപ്പോർട്ട് ചെയ്യായിരുന്നു. ഈ ബൈബിളിനെ കുറിച്ച് നമ്മുടെ തന്നെ സഹോദരങ്ങൾ ചെന്ന് ആ മിനിസ്ട്രിയിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ അവർ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് എനിക്ക് മടങ്ങിപ്പോരേണ്ടി വന്നത്. ഞാനും ഇതെൻ്റെ വൈഫാണ് രാജി പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് അവിടെ വെച്ച് ഡീപ്പോർട്ട് ചെയ്യായിരുന്നു. ഇതേമാതിരി ഞാൻ അത്ഭുതകരമായിട്ട് ഇത്രത്തോളം നടത്തി. യെസ്. ഹസ്ബൻഡ് എന്ത് ചെയ്തു? ഹസ്ബൻഡ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, അവിടെ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം ഇവിടെ വർക്ക്. നിങ്ങൾ ഏത് ചർച്ചിലും വരെ? പാറ്റൂരാണ്. സെൻറ് തോമസ് ചർച്ച് പാറ്റൂർ. അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണ്? അവിടെ കൊയറിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊയർ മെമ്പേഴ്സാണ്. ഞാൻ സേവ്യ സംഘത്തിൻ്റെ മെമ്പറാണ്. സേവ്യ സംഘമാണ് എന്നെ ഈ ക്വിസിനെ കുറിച്ച് അറിയാം. സേവ്യ സംഘത്തിൽ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പലരും ഇവിടെ പങ്കെടുക്കുന്നുമുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഹാവ് എ നൈസ് ടൈം. താങ്ക് യു. യെസ്, സ്മിത. എൻ്റെ പേര് സ്മിത ഷിബു. ഞാൻ CSI വെങ്ങാനൂർ ടൗൺ സഭയിലെ അംഗമാണ്. ഞാനിവിടെ ബൈബിൾ ക്രൗൺ 2026 പാർട്ടിസിപ്പൻ്റായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിന് എന്നെ പാർട്ടിസിപ്പൻ്റായിട്ട് തിരഞ്ഞെടുത്തതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2023 ബൈബിൾ ക്രൗണിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ബൈബിൾ നിരന്തരം പഠിക്കുവാനും ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും ദൈവം അതിയായ കൃപ തന്നു. അതിൽ ഞാൻ ദൈവത്തിന് സ്തുതി ചെയ്യുന്നു. എന്നെ ഇവിടെ വിളിച്ചതിനായും എന്നെ ഇവിടെ പങ്കെടുപ്പിച്ചതിനായും വേൾഡ് ടു വേൾഡ് TVക്ക് എൻ്റെ നന്ദി പറയുന്നു. ഇപ്പോൾ വീട്ടമ്മയാണ്. ഹസ്ബൻഡിൻ്റെ കോർപ്പറേഷനിലെ ഫോർട്ട് ഗാരേജിലെ സ്റ്റാഫാണ്. 2 മക്കളുണ്ട്. മൂത്ത മോൻ 10 കഴിഞ്ഞു, മോള് ഇപ്പോൾ 10. അതെ. കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? ഞാനും വിദേശത്ത് 8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്തത്? സിംഗപ്പൂർ. ഓക്കെ. ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്, വളർന്നത് മലേഷ്യയിലാണ്. നെക്സ്റ്റ് ടു സിംഗപ്പൂർ. മലേഷ്യയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വിസയൊക്കെ അടുത്ത് വെച്ചതാണ്. ഒരു പാലത്തിന്റെ വ്യത്യാസമല്ല ഉള്ളൂ. പക്ഷേ പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഈ ചർച്ചിൽ ഉള്ള ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ? ചർച്ചിലെ ആക്ടിവിറ്റി പ്രധാനമായിട്ടും വചനം പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇനിയൊരു ഇപ്പം 3 വർഷമായിട്ട് ഞാൻ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 3 വർഷം കൂടി വചനം നന്നായിട്ട് പഠിക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ആയിരിക്കുന്നത്. വചനം പഠിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കൂടി ഒരു ദർശനം നമുക്കുണ്ടാകും. സൺഡേ സ്കൂൾ ടീച്ചറാണ്. കാരണം അതാണ് നമ്മുടെ ദൗത്യം, സുവിശേഷം അറിയിക്കുക. അപ്പോൾ അത് വചനം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് അനേകരുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അനേകർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയും. ബാക്കിയെല്ലാം കോസ്മെറ്റിക് ഇഫക്ട്സ് ആണ്. ഗായക സംഘമാണെന്ന് പറഞ്ഞാലും ബൈബിൾ സ്റ്റഡി നടത്തുന്നു പറഞ്ഞാലും ഒക്കെ അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം ലോകം അറിയുവാനും അനേകർക്ക് യേശുവിനെ കുറിച്ച് രുചിച്ചറിയുവാനും ഉള്ള വഴി നമ്മൾ ഇതിന് പുറത്ത് കാണണം. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡൂ ദ വർക്ക് ഔട്ട്സൈഡ് ദ ചർച്ച്. മനസ്സിലായി? കർത്താവ് പറഞ്ഞത് നിങ്ങൾ എല്ലായിടത്തും സാക്ഷികളാണെന്നാണ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ നമ്മൾ വചനം പഠിക്കുന്നതും ബാക്കി എല്ലാ ചർച്ച് ആക്ടിവിറ്റീസ് വെരി ഗുഡ്. പക്ഷേ അതൊക്കെയും അത് പുറത്തേക്ക് കർത്താവിനെ സുവിശേഷിക്കാനുള്ള ഒരു വലിയ പാതയാണ്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരാളെ കൂടെ യേശുവിലേക്ക് ആകർഷിക്കുന്നുള്ളൂ. ഇടവേളുള്ളവർക്കെല്ലാം യേശുവിനെ അറിയാം, യേശുവിനെ ആരാധിക്കുന്നു. അവരോട് പിന്നെ ഈ സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനൊക്കത്തുമില്ല. അപ്പോൾ പറയാനൊക്കുന്നത് ബാഹ്യ ലോകത്തോടാണ്. അപ്പോൾ അതൊരു വലിയ ദൗത്യമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്ന് പറയുമ്പോൾ അത് ദൈവകൃപയിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഒരു പരസ്യം നടത്താൻ അവിടെ പോയാലല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം പരമോന്നതമായിട്ട്. ദൈവം വിളിച്ചിട്ടല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ആർക്കും വരാൻ കഴിയും. അതെ. അപ്പോൾ ഞാൻ നയിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അതിൻ്റെ 40ാമത് വാർഷികം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ആഘോഷിച്ചത്. അപ്പോൾ അത് ആരംഭിച്ച ദുബൈയിലായിരുന്നു. 40 വർഷമായി. അപ്പോൾ അനേകർക്ക് കർത്താവിനെ മനസ്സിലാക്കുവാൻ ചോദിച്ചിട്ടുള്ള മുഖാന്തരം അതിലൂടെ ഒരുക്കിയിട്ടുണ്ട്. 2000-ലധികം ആൾക്കാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴങ്ങനെ അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഹൈദരാബാദിൽ ഇങ്ങനെ വിശ്വാസികൾക്കായിട്ട് ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദേവാലയം പണിതിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള എല്ലാ സമയവും സൗകര്യവും നമ്മളെപ്പോഴും കർത്താവിന് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് നമുക്ക് അനേകരെ ആകർഷിക്കുവാൻ കഴിയും. അപ്പോൾ അതിന് ശ്രമിക്കുക. അതാണ് നമുക്ക് ആവശ്യം. ഉപവാസവും പ്രാർത്ഥനയാണ് അതിനുള്ള വജ്രായുധം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവകൃപ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെയും പ്രാപിക്കാം. പക്ഷേ ഏറ്റവും സുഗമമായും ഏറ്റവും എളുപ്പം അത് നമുക്ക് പ്രാപിക്കുവാനും വളരുവാനും കഴിയണമെങ്കിൽ അതിനുള്ള
ഒരു വലിയ ഏണിയാണ് ഉപവാസ പ്രാർത്ഥന. അതിനെ സ്മൃതിക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റൈറ്റ്. യെസ് പാസ്റ്റർ ഓർ ടീച്ചർ, വാട്ട് ഷുഡ് ഐ കോൾ? ടീച്ചർ. യെസ്, പറഞ്ഞാലോ. എൻ്റെ പേര് ജോൺ സക്കറിയ. എൻ്റെ സ്വദേശം കേരളത്തിൽ അടൂരിലാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രോഗ്രാമിൽ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ പ്രാവശ്യവും ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇത് അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ്. ലോകത്തെമ്പാടുമുള്ള അനേകം ജനങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും യേശുവിൻ്റെ രക്ഷനായി സ്വീകരിച്ച് ദൈവമക്കളായി ചെയ്യുവാനും ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹമാണ്. ഇത് കാണുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിലും കടന്നു വരുവാനും ഇവിടെ പങ്കെടുക്കാനും എന്നെ ക്ഷണിച്ച എല്ലാവരോടും നന്ദിയെ വീണ്ടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു ബൈബിൾ ടീച്ചറാണ്. എൻ്റെ സ്വദേശം അടൂരാണ്. ഞാൻ ആയൂരിൽ കേരള ക്രിസ്ത്യൻ തിയോളജി സെമിനാരിയിൽ ദൈവവചനം പഠിപ്പിക്കുന്നു. അനേക വിദ്യാർത്ഥികളോടൊപ്പം ദൈവവചനം പഠിച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ ഒരു ബൈബിൾ ടീച്ചറായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. എനിക്ക് വൈഫും മോളും ഉണ്ട്. +2 പഠിക്കുന്നു. എൻ്റെ ആഗ്രഹം ഒരു ടീച്ചറാകണമെന്ന് തന്നെയായിരുന്നു. ദൈവം എന്നെ ആ ആഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ബൈബിൾ കോളേജിൽ? അവിടെ ഒരു 35 സ്റ്റുഡൻസോളം പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ സ്റ്റുഡൻസ് കടന്നു വരുന്നത്. കോഴ്സസ് എങ്ങനെയാണ്? സർട്ടിഫിക്കേഷൻ കോഴ്സസ് ആണോ അതോ ഗ്രാജുവേഷൻ കോഴ്സസ് ആണോ? സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, പിന്നെ CTH ഉണ്ട്, BTH ഉണ്ട്, MD പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ MTHന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിവിധ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്? IITയുമായിട്ടാണ് രജിസ്റ്റർ. ഈ വർഷം അതുപോലെ തന്നെ? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് സുവിശേഷം? നമ്മളപ്പോഴും ഈ ടീച്ചിങ് അതിന് ഉപരിയായിട്ടുള്ള സുവിശേഷ വേലയ്ക്കായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഫുൾ ടൈം ടീച്ചിങ് ആയിരിക്കും. ഫുൾ ടൈം ടീച്ചിങ് ആണ്. അപ്പോൾ മറ്റ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകാൻ സാവകാശം കിട്ടുകയില്ല. അതാണ് ചോദിച്ചത്. കിട്ടുകയില്ല. എന്നാലും കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്തു. താങ്ക് യു. യെസ്. ഹായ്, ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എൻ്റെ പേര് ബിബിൻ കെ മാത്യു എന്നാണ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. ഞാൻ പത്തനാപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ വേൾഡ് ടു വേൾഡിൻ്റെ ബൈബിൾ ക്രൗൺ എന്നുള്ള ബൈബിൾ ക്വിസിൽ എനിക്കും പങ്കെടുക്കുവാനും അതിൻ്റെ സെമി ഫൈനൽ വരെ എത്തുവാനൊക്കെയും ദൈവം കൃപ ചെയ്തു. ഈ വർഷവും ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിലും തുടർന്നുള്ള എപ്പിസോഡുകളിലെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് നല്ല വിജയം കൈവരിക്കണമെന്നാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. ഞാൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. വൈഫുണ്ട്. വൈഫ് കുവൈറ്റ് മിനിസ്ട്രിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മോളുണ്ട്. ഇപ്പം 5 വയസ്സ്, UKG പഠിക്കുന്നു. ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ്? അല്ലല്ല, ഞാൻ പത്തനാപുരം AG ഗോസ്ബൽ ടീമാണ്. മറ്റു കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് വന്ന ഒരാൾ ഓർത്തഡോക്സ് സഭയിലായിരുന്നു. ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ വല്ലതും? ഞാൻ അവിടുത്തെ ഞങ്ങളുടെ യൂത്തിൻ്റെ ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. യൂത്ത് വിങ് അതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതിച്ചോറ് വിതരണം, ആശുപത്രി സന്ദർശനം, അതുപോലെ പരസ്യങ്ങൾ, അങ്ങനെ ലഹരിക്കും മദ്യത്തിനെതിരെയുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ ക്യാമ്പയിൻസ് ഒക്കെ നടത്താറുണ്ട്. യൂത്ത് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് സഭയുടെ പ്രോഗ്രാമാണോ അതോ നിങ്ങൾ തന്നെ രൂപം കൊടുത്ത? അല്ല, നമ്മുടെ ചർച്ചിന്റെ യൂത്ത് വിങ് ആണ് ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനം. കൂടുതലായിട്ട് പ്രവർത്തിക്കുക, അനേകരെ ഈ മാർഗത്തിലുള്ള കർത്താവിനെ കൊണ്ടുവരിക. ഓൾറൈറ്റ്, വെരി ബെസ്റ്റ്. ഓക്കെ. മത്സരത്തിൽ നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാമെങ്കിലും അറിയാത്തവരിവിടെ ഉണ്ട്. ഇത് ആദ്യത്തെ സ്റ്റേജാണ്, മോസസ് സ്റ്റേജ്. 4 റൗണ്ടാണ് ഒരു എപ്പിസോഡുള്ളത്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ. അടുത്തതായിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, 4 ചോദ്യങ്ങൾ. പിന്നീട് ടെസ്റ്റിമണി റൗണ്ട്, നമ്മുടെ സാക്ഷ്യം, ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റേതായിട്ടുള്ള റൗണ്ട്. അത് കഴിഞ്ഞ ശേഷം റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. നാം ഇവിടെ തരുന്ന വേദഭാഗം എത്രയും പെട്ടെന്ന് എടുത്ത് വായിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി കൃത്യമാണെങ്കിൽ, ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. എന്നാൽ ഉത്തരം തെറ്റിയാൽ -2 മാർക്സ്. അതിന് ഉത്തരം അറിഞ്ഞുകൂടാമെങ്കിൽ യു ക്യാൻ പാസ്. അതിനകത്ത് മൈനസ് മാർക്സും ഇല്ല, പ്ലസ് മാർക്സും ഇല്ല. പക്ഷേ നമ്മൾ അറിയാതെ ഒരു ഗസ് വർക്ക് നടത്തുകയാണെങ്കിൽ, അതായത് ഉത്തരം തെറ്റുകയാണെങ്കിൽ -2 മാർക്സ് ഉണ്ട്. അപ്പോൾ അത് അടുത്ത ആൾക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യും. അവർക്ക് 4 മാർക്കേ കിട്ടുള്ളൂ ശരിയാണെങ്കിൽ പോലും. അതാണ് ഇവിടുത്തെ ഒരു നിബന്ധന. ടൈ വരികയാണെങ്കിൽ അവസാനം ടൈ, കാരണം ഇവിടുന്ന് 2 പേരെയാണ്, ഫസ്റ്റും സെക്കൻഡിനെയാണ് നാം. അടുത്ത സ്റ്റേജ് ജോഷുവ സ്റ്റേജാണ്. അപ്പോൾ ജോഷുവ സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റും സെക്കൻഡിനെയാണ്. അപ്പോൾ അവിടെ ഒരു ടൈ വരുവാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വെച്ച്
വീണ്ടും അത് നമുക്ക് രണ്ടുപേരെ മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ബൈബിൾ ബോംബിടും. ഇതാണ് ബൈബിൾ ബോംബ്. അപ്പോൾ ആ ബോംബിലൂടെ ഒരാളെ എലിമിനേറ്റ് ചെയ്ത് മറ്റവരെ തിരഞ്ഞെടുത്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകത്തക്ക ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആകത്തുകയായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഇഫ് യു ഗോട്ട് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ചോദിച്ചാൽ ചോദ്യമൊന്നുമില്ല. വെരി ഗുഡ്. സോ ഷാൽ വി ഗോ ടു ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്? വെൽ, ഗുഡ്. നമ്മൾ ആദ്യമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം സാറാമ്മ ബോബനോടാണ്. ഓക്കെ. യഹൂദ ഗൃഹത്തിൻ്റെ അകൃത്യത്തിനായി എത്ര ദിവസം വലതുവശം ചെരിഞ്ഞ് കിടക്കണമെന്നാണ് യെഹെസ്കേലിനോട് യഹോവ കൽപ്പിച്ചത്? പാസ്. 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 യെസ്, പാസ്. പാസ്. 360. അത് ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ്. ചാൻസ് തീർന്നു. നോ ഗെസ് വർക്ക് അഗൈൻ. ബിബിൻ, സോ യു ഗെറ്റ് -2 മാർക്സ്. ഓൾറൈറ്റ്. ബാക്കി 3 പേർക്കും മൈനസ് മാർക്ക് ഇല്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ 40 ദിവസമാണ് കിടക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് കാണുമായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം സ്മിത ഷിബിനോടാണ്. യഹോവ നക്ഷത്രങ്ങളെ എണ്ണുകയും അവയെ അവയുടെ പേരുകളാൽ വിളിക്കുകയും ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? പാസ്. പാസ്. സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ. ഉത്തരം വളരെ ശരിയാണ്. മിസ്റ്റർ ജോൺ സക്കറിയ ഗെറ്റ്സ് 4 മാർക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്സ് ഉള്ളിയ സെക്കൻഡ് ടൈം ആൻസർ. മൂന്നാമത്തെ ചോദ്യവും ജോൺ സക്കറിയോടാണ്. 6-ാം ദിവസം ഇസ്രായേൽ മക്കൾ ആളൊന്നിന് എത്ര മന്ന ശേഖരിച്ചു? 2 ഇടങ്ങഴി വീതം. 2 ഇടങ്ങഴി വേണം. ഉത്തരം വളരെ ശരിയാണ്. Another 5 marks for Mr. John Zachary. Right. Now the last question, Bibin K. Matthew. All right. ദൈവം മൂക്കുത്തികളെ കുറിച്ച് പറയുന്നത് ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിലാണ്. വളരെ തെറ്റായ മറുപടിയാണ്. -2 മാർക്സ് ഫോർ ബിബിൻ കെ മാത്യു. അടുത്ത ചാൻസ് ഉള്ളത് സാറാമ്മ ജോണല്ലേ? പറഞ്ഞേട്ടെ. മുക്കുത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നോസ്രിക്സ്. യോശുവ. യോശുവ -2 മാർക്സ്. പുറപ്പാട്. പുറപ്പാട് -2 മാർക്സ്. സാറാമ്മ ജോൺ. വെയിറ്റ് ഇവരുടെ മാർക്ക് ശരിയായിട്ടൊന്ന് പിടിക്കട്ടെ. മിസ്റ്റർ സാറാമ്മ ജോണിന് -2. സാറാമ്മ ഭവൻ. സ്മിത ഷിബുവിന് -2. ഇനി ജോൺ സാർ പറഞ്ഞാൽ പാസ്. പാസിന് മാർക്കൊന്നുമില്ല, കട്ട് ചെയ്യുന്നുമില്ല. ബിബിനാണ് ആദ്യമേ ചോദിച്ചത് അല്ലേ? ദൈവം മൂക്കുത്തികളെ കുറിച്ച് പറയുന്നത് യെശയ്യാ പ്രവചനത്തിലാണെന്ന് പറയും. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 21-ാം വാക്യം. ഓൾറൈറ്റ്. സോ there it comes to an end, Old Testament round. So now we go to the New Testament round. പുതിയ നിയമം അത് ബിബിനിലാണ് ആരംഭിക്കുന്നത്. സർപ്പത്തെ പോലെ വാലും തലയും ഉള്ളതുമായ കുതിരകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏത്? വെളിപ്പാട് പുസ്തകം. Exactly the right answer. 5 marks for Bibin K. Matthew. Okay. Second question to Mr. John Zachariah. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യോസഫിന് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായതാണ് മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തുന്നത്? 3 സ്വപ്നങ്ങൾ. വളരെ തെറ്റായ മറുപടിയാണ്. -2 marks for John Zachariah. And Smita Shibu, you have an answer? ഉത്തരം വല്ലതും ഉണ്ടോ? 4 സ്വപ്നം. 4 സ്വപ്നങ്ങൾ. വളരെ ശരിയായ മറുപടിയാണ്. മത്തായിയുടെ സുവിശേഷം 1:20, 2:13, 19:22. ഇങ്ങനെ 4, 3 ഒരെണ്ണം ലാസ്റ്റിലെ വിട്ടുപോയി. 4 സ്വപ്നങ്ങൾ. സോ ഷീ ഗെറ്റ്സ് 4 മാർക്സ്. മൂന്നാമത്തെ ചോദ്യം താങ്കളോടാണ്.
അപസ്മാര രോഗം ബാധിച്ച ബാലിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ തങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? അവിശ്വാസം നിമിത്തം. എന്തോ? അവിശ്വാസം. -2 marks for Smita. Shivu. Saramu Bob. Pass. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ -2 marks for Bibin. പാസ്. Pass. താങ്കൾ പറഞ്ഞത് അവിശ്വാസം. അവിശ്വാസം എന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. അവിശ്വാസവും അല്പവിശ്വാസവും രണ്ടും രണ്ടാണ്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ല, അല്പവിശ്വാസം വിശ്വാസമുണ്ട്, പക്ഷെ അത് ഈ ഭൂതത്തെ ഇറക്കത്തക്ക വിശ്വാസമില്ല, അതുകൊണ്ട് അത് അല്പവിശ്വാസം. ഓൾറൈറ്റ്, ഗുഡ്. ഓക്കെ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു സറാമു ബോബൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നൽകുന്ന യേശുവിന്റെ വംശാവലിയിൽ എത്ര സ്ത്രീകളുണ്ട്? 5. എക്സാക്ട്ലി റൈറ്റ്, 5 സ്ത്രീകളുണ്ട്. മിസസ് സാറാമ ബോബിന് 5 marks. 5 marks to her. ഒരു മാർക്കില്ലാ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അവരാരൊക്കെയാണെന്ന് പറയാമോ? രാഹാബ്, താമാർ, റൂത്ത്, മറിയ, ബെർശേബ. റൈറ്റ്, എക്സാക്ട്ലി റൈറ്റ്, പക്ഷേ മാർക്കില്ല. ഓൾ റൈറ്റ്, അതൊരു മാർക്കില്ല ചോദ്യമായിരുന്നു. സോ ദാറ്റ് ബ്രിങ്സ് us to the close of New Testament round. വളരെ നല്ല രീതിയിൽ ഈ ഒരു മ്യൂസിയം ഇവിടെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനുണ്ട് കുറേ. എടുത്തു പറയേണ്ട ഒന്ന്, വെറും ഒരു റിലീജിയൻ എന്നുള്ള ഒരു അപ്പുറത്തേക്ക് വലിയ അറിവ് കിട്ടാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ യങ് ജനറേഷൻ ജെറുസലേമിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള 2-3 വട്ടം അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മരണ വീണ്ടും ഒരു പുതുക്കലൊക്കെ ആയിട്ട് തോന്നുന്നു. നമുക്കൊന്ന് കേരളത്തിൽ ഇത്തരത്തിൽ നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മറ്റു സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു മ്യൂസിയമാണ്. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495998555. അടുത്തതായിട്ടുള്ളത് ടെസ്റ്റിമണി റൗണ്ടാണ്. വ്യക്തിപരമായ അനുഭവങ്ങൾ, കർത്താവിനെ കുറിച്ചുള്ള അനുഭവങ്ങളും പ്രവർത്തനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ടെസ്റ്റിമണി റൗണ്ട്. 5 മിനിറ്റാണ് സമയം. പക്ഷേ സാക്ഷ്യമായതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ ചില സമയത്ത് പ്രയാസമുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ ലഭിക്കും. 5 മാർക്കാണ് അതിനുള്ള മൂല്യം. മാർക്കിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എപ്രകാരമാണ് നമ്മൾ സാക്ഷിയായിട്ട് നിൽക്കുന്നതെന്ന് ലോകമെമ്പാടും കാണുന്നവർ മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അവർക്കും അതൊരു പ്രചോദനമായി തീരാനുള്ള അവസരം. അതൊക്കെ കൊണ്ടാണ് ഈ ആദ്യത്തെ റൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ നടത്തുന്ന ഞാൻ നയിക്കുന്ന 4ാമത്തെ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനാണ്. 2010 ആദ്യമായിട്ട് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെയും ഒരു 3rd റൗണ്ട് 4th റൗണ്ടിൽ ഈ ടെസ്റ്റ് മണി റൗണ്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ വരുമ്പോഴേക്കും വളരെ ചെറിയൊരു കൂട്ടത്തിൻ്റെ മാത്രമേ സാക്ഷ്യങ്ങളുള്ളൂ. കാരണം എലിമിനേറ്റ് ചെയ്ത് ക്വാർട്ടർ ഫൈനൽസോ സെമി ഫൈനൽസോ ഒക്കെ വരുമ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ഈ എലിമിനേറ്റ് ചെയ്ത് പോകുന്നവർക്കൊക്കെ സാക്ഷ്യമുള്ളവരാണ്. ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കൊരു പക്ഷേ അവസ്ഥയിലേക്ക് വരാൻ പറ്റി കാണത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം നേതാന്മാർ പറഞ്ഞത് ആരൊക്കെ വരുന്നോ അവർക്കൊക്കെ സാക്ഷ്യത്തിന് സാവകാശം കൊടുക്കണം. അതുകൊണ്ട് ആണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഈ ടെസ്റ്റ് മണി റൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ 5 + 1. ഓൾറൈറ്റ്, യു ക്യാൻ ബിഗിൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒരു യാക്കോബായ സമുദായത്തിൽ ജനിച്ച് വളർന്നതാണ്.
പക്ഷേ എൻ്റെ അമ്മ വീട് മർത്തോമയായതുകൊണ്ട് മർത്തോമയിലാണ് മാമോദിസ മുക്കിയത്. പക്ഷേ തിരിച്ച് യാക്കോബയിൽ കുറച്ച് നാൾ സ്കൂൾ അവിടെ പഠിച്ചു. പിന്നെ ഇച്ചിരി വലുതായപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ വീട്ടിലോട്ട് വന്ന യാക്കോബായ്. ഇപ്പം യാക്കോബായ് സമുദായത്തിലെ സെൻട്രൽ സ്കൂൾ എന്നൊക്കെ എന്ന് പറയുന്നത് ബൈബിൾ സ്റ്റഡി കുറവാണ്. പക്ഷെ കൂടുതലും സഭാചരിത്രവും പിന്നെ കൂദാശകളും ഒക്കെയാണ്. അപ്പം ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു, അല്ലെങ്കിൽ അതിനകത്ത് കഥകൾ കുറച്ചൊക്കെ പഠിക്കുമെങ്കിലും ഒരുപാടൊന്നും അറിയത്തില്ല. എങ്കിലും വീട്ടിൽ എന്നും പ്രാർത്ഥിക്കണമെന്നുണ്ട്. അപ്പം വചനങ്ങൾ കൂടുതലും പഠിക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ ഏറ്റവും ഞങ്ങളുടെ അടുത്ത് ഈ വൈകിട്ടാകുന്ന സമയത്ത് പറയും പോയി പ്രാർത്ഥിക്കാൻ പറയും. കുഞ്ഞുങ്ങൾ മാത്രമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലും ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കൂടുതലും സങ്കീർത്തനങ്ങളാണ്. പെട്ടെന്ന് വായിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു സങ്കീർത്തനങ്ങൾ എടുത്ത്, അപ്പോൾ ആ സങ്കീർത്തനങ്ങളൊക്കെ കൂടുതലും കാണാതെ ഇങ്ങനെ അങ്ങ് മനസ്സിലായി പോവും. പിന്നെ അങ്ങനെ പഠിച്ചു വരുന്ന സ്ഥിതിയിൽ അങ്ങനെ ഞാൻ കോളേജ് കഴിഞ്ഞു, നഴ്സിങ്ങിന് പോയി. BSc നഴ്സിംഗ് ഞാൻ ഒരു വെൽ നോൺ മിഷൻ ഹോസ്പിറ്റലിൽ പഠിച്ചതാണ്. അപ്പോൾ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ കൂടുതൽ രോഗികളും കുഷ്ഠരോഗികളുണ്ട്, TB. അപ്പോൾ അങ്ങോട്ടൊന്നും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടുക്കുന്ന പോലുള്ള ഒരു അല്ല, ഒട്ടൻചിത്രം എന്ന് പറയാൻ അതെ, മധുരയിൽ. അത് ഞാൻ BSc കഴിഞ്ഞിട്ട് പോയതാണ്. പോകാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ എൻ്റെ മദറിന് നേഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അന്നൊന്നും നേഴ്സിങ്ങിന് വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ട് എൻ്റെ മദറിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ മദറിനൊരാഗ്രഹം എന്നെ വിടണമെന്ന്. എനിക്ക് ആഗ്രഹം ഒരു ടീച്ചർ ആകണമെന്നായിരുന്നു. മാത്സ് ആയിരുന്നു എൻ്റെ ഇഷ്ട സബ്ജക്റ്റ്, മാത്സും ഫിസിക്സും. ഫിസിക്സ് എടുത്ത് BSc കഴിഞ്ഞിട്ട് ഞാൻ B.Ed പോകാനിരുന്നപ്പോഴാണ് നേഴ്സിങ്ങിന് പോയത്. അങ്ങനെ നേഴ്സിങ്ങിന് പോയി അവിടെ ചെന്ന് പഠിച്ച് അവിടെ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ഒരു ആത്മീയ അനുഭവത്തിലൂടെ പോകുന്നത്. അപ്പം ജീവിതം എന്തെന്ന് ഞാൻ തന്നെ പഠിച്ച ഒരു അവസരമാണ്. വീട്ടിലൊക്കെ ചോറൊക്കെ അധികം വരുമ്പോൾ ഞാൻ പറയാതെ എടുത്ത് കള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അന്ന് കാലത്തൊന്നും ഫ്രിഡ്ജ് ഇല്ലാത്ത സമയത്താണ്. അപ്പം കൂടുതലും കോഴികൾക്ക് അങ്ങനെ പശുവിനൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയാം അതൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. തമിഴ്നാട്ടിൽ ചെന്ന് കാണുമ്പോൾ അവിടെ എച്ചിൽ ഇലയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വീഴുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അവിടെ എന്നും അവിടെ ഒരു നല്ല ആത്മീയ കൂട്ടായ്മ ആയതുകൊണ്ട് ഫാസ്റ്റ് ചെയ്ത് ഒരു ദിവസത്തെ ഫുഡ് കുഷ്ഠരോഗികളുടെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അയക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ള ടേൺ വരുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പിൽ വളർന്നതല്ല. അവിടെ വെച്ച് ഹിന്ദുക്കൾ പോലും അവിടെ ഇരുന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കോചം തോന്നി. ദൈവമേ, ഞാൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ബൈബിള് വായിക്കും, സാധാരണയുള്ള എൻ്റെ യാക്കോബായ സമുദായത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. പക്ഷേ അവിടെ വെച്ച് അങ്ങനെ ഒരു എന്നുമുള്ള ആ പ്രാർത്ഥനയിൽ എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ, കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതെന്നെ വളരെയധികം സഹായിച്ച ആ ഒരു പ്രാർത്ഥനാ ജീവിതം. ഞാൻ നേഴ്സിംഗ് ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് IV ക്യാനിലേക്ക് ഇടുന്ന സമയത്തും ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും അറിയാതെ മനസ്സിൽ ദൈവമേ സ്തോത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞു പ്രാർത്ഥന ആരും കേൾക്കാതെ പ്രാർത്ഥിക്കുക. എപ്പോഴോ ഒരു പ്രാർത്ഥനയിൽ അങ്ങനെ അറിയാതെ വായിന്ന് വീണൊരു സ്തോത്രമാണെന്ന് തോന്നുന്ന ഒരു രോഗി, മുസ്ലിം രോഗിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് അവിടെ അബുദാബി വെച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ല, ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. അപ്പം നിനക്കെന്താ മുസ്ലിം ആയാലും നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോ, ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവരത് കേട്ടു. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, നീ മുസ്ലിം ആകാമോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മുസ്ലിം ആകില്ല, ഞാൻ ക്രിസ്ത്യനാണ്, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഇത്രയും പറഞ്ഞ് അവിടെ നിർത്തി. കൂടുതൽ ഞാൻ അടുത്ത രോഗിയിലോട്ട് പോയി. കാരണം നമുക്ക് കൂടുതലൊന്നും പറയാൻ, സാറ് പറഞ്ഞതുപോലെ കൂടുതലൊന്നും പറയാനുള്ള ഒരു സാഹചര്യമുള്ള അവസ്ഥയല്ല. പെട്ടെന്ന് അടുത്ത രോഗിയിലോട്ട് പോയി. അങ്ങനെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാലും എനിക്ക് അങ്ങനെ വലിയ പുറത്തുപോയി വചനം സംസാരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള സാഹചര്യങ്ങളും ഇല്ല. ഇതാണ് ദൈവം തരുന്ന സാഹചര്യങ്ങളെ ഉപയോഗിക്കാനായിട്ട് ദൈവം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒട്ടച്ചത്തത്തിൽ അനുഭവം പറയുമ്പോൾ അവിടെ വചനം സംസാരിക്കാൻ, വചനം പ്രാവർത്തികമാക്കുക. അതെ അതെ, അതാണ് എൻ്റെ വ്യത്യാസം. എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ആ ഒരു എൻ്റെ ഒരു ജോബിനെ ഇഷ്ടമില്ലാതെ പോയൊരു ജോബാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചതല്ല നേഴ്സിങ്ങിന് പോയതിന്. പക്ഷെ അവിടെ ചെന്ന് എന്നെ ജീവിതം പഠിപ്പിക്കുകയും ഈ നേഴ്സിംഗ് ഞാൻ വളരെയധികം ആസ്വദിക്കുകയും ചെയ്തതാണ്. ഏറ്റവും ബലഹീനമായിരിക്കുന്നവരെ താങ്ങി നടത്തുന്ന അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ് അവിടെ ചെന്ന് നടക്കുന്നത്. അവിടെയുള്ള അനേക സഹോദരങ്ങളോട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച വരുമ്പോഴും ഇവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവിടെ കട്ടിലെ കിടക്കുന്നവരുണ്ട്, കട്ടിലെ താഴെ ഇട്ടേക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ചുരുങ്ങിയ സമയത്തല്ലോ. പക്ഷേ ഇപ്പോഴും നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒട്ടച്ചത്ര അനുഭവം നഷ്ടപ്പെട്ടു. അതെ, ഇല്ലേ? ടു ബി വെരി ഫ്രാങ്ക്, അതിലേക്ക് മടങ്ങി വരണം.
കർത്താവ് ആ ശുശ്രൂഷയാണ് ഏറ്റവും അധികം മാനിക്കുന്നത്. തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും അന്നത്തെ ശുശ്രൂഷയുടെ ആ വലിയ ഒരു ചുവടിൽ നിന്നാണ് ഉളവായിരിക്കുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്രകാരം പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഷീ ഗെറ്റ്സ് 3 marks. സാറാമ്മ ബോബൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2016 ഞാൻ വിദേശത്ത് ജോലി പൂർത്തിയാക്കി നാട്ടിൽ വരാൻ ഉള്ള സാഹചര്യം ഉണ്ടായി. അപ്പം അന്ന് മുതൽ വീട്ടമ്മയാണ്. അത് കഴിഞ്ഞ് 2018 ജാനുവരി ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. തിരിച്ച് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. പല ജോലികളും ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ രണ്ടുപേർക്കും ജോലിയില്ലാത്തൊരവസ്ഥ 1.5 വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം 1 വർഷത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചു, 1 വർഷത്തിൽ കൂടുതൽ പ്രാർത്ഥിച്ചു. പക്ഷേ സ്ഥിരമായിട്ടൊന്നും വരുമാന മാർഗങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഒരുപാട് കടമായി. ഇതിനിടയ്ക്ക് വെച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പണിയാൻ വേണ്ടി നോക്കി, അതും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പൊതുവെ മുമ്പേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. വായിക്കുമെങ്കിലും ഉൽപ്പത്തി പുസ്തകം വായിക്കും, പിന്നെ പുറപ്പാട് വായിക്കും, പിന്നെ അവിടെ സ്റ്റോപ്പാകും. വീണ്ടും ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ അങ്ങനെ വായിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ അതുവരെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ വായിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഫുൾ ബൈബിൾ വായിക്കണമെന്നുള്ള ഒരു വെളിപ്പാട് ദൈവം തന്നു. ആ സമയത്ത് നല്ല പോലെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചെന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഒരു 40 വയസ്സ് ആയി. അപ്പോൾ PSC ടെസ്റ്റ് എഴുതി ജോലി വാങ്ങാനുള്ള ആ ഒരു പ്രായം കഴിഞ്ഞു പോയി. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റിൽ സ്ഥിര വരുമാനം വേണം എന്നതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം ഞങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഉള്ള പ്രാർത്ഥന അതാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം, എവിടെയെങ്കിലും ഒരു സ്ഥിര വരുമാനം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തു. സർക്കാർ സർവീസിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിക്കാൻ ദൈവം അനുവാദം തന്നു. അങ്ങനെ ഒരു സെപ്റ്റംബർ 7 അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഫുള്ള് ബൈബിൾ വായിച്ച് പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ വായിക്കും, മക്കളോട് പറയും ബൈബിൾ വായിക്കണം, വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ കഴിയുന്നിടത്തോളം ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് കഴിഞ്ഞ വർഷം 2026 ആയപ്പോഴത്തേക്കും മോന് ബൈബിൾ വായിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മോള് വായിക്കും. എങ്കിലും ജാനുവരി 1 മോൻ ബൈബിൾ വായിച്ച് തുടങ്ങി. ഓഗസ്റ്റ് 31 ആയപ്പം വെളിപ്പാട് പുസ്തകം ഒരു അധ്യായം കൂടെ വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുപോലെ തോന്നി. അന്ന് ഒരു 6 വർഷം മുമ്പേ ദൈവം ശക്തമായി പ്രവർത്തിച്ചു. ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ച് തീരുന്ന സമയത്താണ് ശക്തമായി പ്രവർത്തിച്ചതും ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഇപ്പം എന്തോ ഒരു വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിയിരിക്കുമായിരുന്നു. അപ്പം എന്താണെന്ന് എനിക്ക് ഒരു വ്യക്തതയില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ദൈവം എനിക്ക് ഒരു പ്രസംഗത്തിൽ കൂടെ ഞാൻ കേട്ടതാണ്, പഴയ വേഷങ്ങൾ ഉപേക്ഷിച്ചാൽ ദൈവം പുതിയ വേഷങ്ങൾ തരൂ എന്നുള്ള ഒരു വെളിപ്പാട് എനിക്കുണ്ടായി. അപ്പം അങ്ങനെ ഞാൻ അതിനെപ്പറ്റി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് പള്ളിയിൽ ചർച്ച് കമ്മിറ്റി മെമ്പറായിട്ട്, ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല. എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ വചനം വായിക്കും, പക്ഷേ എല്ലാ കാര്യത്തിനും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ ചർച്ച് കമ്മിറ്റി മെമ്പറായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മഹായിടവക കൗൺസിൽ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ദൈവഹിതത്താൽ അതും നടന്നത് സെപ്റ്റംബർ 7 അപ്പം അന്നൊരു സെപ്റ്റംബർ 7 ഇതും സെപ്റ്റംബർ 7 അത് ഒരു കോയിൻസിഡൻസ് അല്ല എന്നുള്ളത് എനിക്ക് കർത്താവിനാൽ ബോധ്യപ്പെട്ടു. അങ്ങനെ അത് മാത്രമല്ല, ഇത് രണ്ടും ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പല പ്രാവശ്യം ഇതേപോലെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നമ്മുടെ ബുദ്ധി വെച്ച് ഞാൻ ഒരു അളവിന് പ്രാർത്ഥിക്കും, എനിക്ക് ഇന്നത് വേണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അതിനേക്കാളും അളവ് കവിഞ്ഞാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ജനിച്ചിന്നോളം എൻ്റെ അനുഭവം. എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാലും ശക്തമായിട്ട് മനസ്സ് നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ
എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അളവിനനുസരിച്ച് കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു പാറ്റേണാണ് ഞാൻ ഇന്ന് വരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ദൈവം ആരാണെന്ന് അറിയണമെന്നും ദൈവത്തെ കൂടുതൽ അറിയണമെന്നും, കാരണം അത്രയും നമ്മളെ പേഴ്സണൽ ഗോഡ് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് എനിക്ക് അറിയണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അന്ന് മുതൽ ദൈവവചനം പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഗൗരവമായിട്ട് പഠിച്ചു തുടങ്ങി. 2023 മുതൽ ഇതുവരെയും ക്വിസിനെല്ലാം പങ്കെടുക്കുന്നു. ഇനി ഒരു 3 വർഷം കൂടെ ഇതേപോലെ നന്നായി ജീവിതാവസാനം വരെ നമ്മൾ എത്ര പഠിച്ചാലും ബൈബിൾ വചനം പഠിച്ചു തീരില്ല. നമ്മളിപ്പോൾ എത്ര കാലം ജീവിച്ചിരുന്നാലും അത്രയും വർഷം മുഴുവൻ ബൈബിൾ വായിച്ചാലും പഠിച്ചാലും തീരില്ല. ഇതൊരു ട്രഷർ ഹണ്ടാണ്. അതായത് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ നമ്മൾ ഡൈവ് ചെയ്യുന്തോറും ഡിഗ് ചെയ്യുന്തോറും അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് സ്മിതയോട് പറയാനുള്ളത്, ഇറ്റ്സ് എ ട്രഷർ ആൻഡ് നോ ഡൗട്ട്. ബൈബിള് ദൈവത്തിൻ്റെ അതിമഹത്തായ ദാനമാണ്, നമ്മുടെ നിധിയാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതെല്ലാം താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ വേലിക്കെട്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. കർത്താവ് നമ്മളോട് എന്താ ആവശ്യപ്പെട്ടത്? അതായത് കർത്താവ് എന്താ അവസാനമായിട്ട് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. സാക്ഷികളാണെന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തണം, അതാ സാക്ഷ്യം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ആ ഒരു വലയത്തിൽ നിൽക്കുകയാണ്. മനസ്സിലായല്ലോ? നമുക്ക് ആവശ്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷികളാണ്. ഇപ്പം നമ്മൾ അന്നത്തെ 12 ശിഷ്യന്മാരും അവിടെ 120 കൂടിയുന്നവരൊക്കെ അന്ന് ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളൊന്നും ക്രിസ്ത്യാനികളാകുകയില്ല, ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയില്ല. അവർ അന്നേരം ഇറങ്ങി തിരിച്ചു, ലോകത്തിൻ്റെ അറ്റത്തോളം അവർ തിരിച്ചു എന്ന് പറയുമ്പോൾ ഗതാഗത സൗകര്യമില്ല, അതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങളില്ല, ഒന്നുമില്ലാതെ വായ്മൊഴിയായിട്ട് മാത്രം വിളിച്ച്, വരമൊഴിയായിട്ടൊന്നുമില്ല, ബൈബിളില്ല, ഒന്നുമില്ല, വെറും വായ്മൊഴിയായിട്ട് വിളിച്ചു പറഞ്ഞാണ് ലോകത്തിൻ്റെ അറ്റത്തോളം ഇതെത്തിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ഇതിനെ വളർത്തിയെടുത്തത്. അപ്പോൾ നമുക്കൊരു വലിയ ദൗത്യം അതാണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്, വചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നാം പഠിക്കുന്നതോടൊപ്പം ആ പഠിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ, നമ്മുടെ ഇടവകയിൽ നമുക്ക് ചുമതലകൾ ഉണ്ട്, മഹായിടവകയിൽ ചുമതലകൾ ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ യേശുവിനെക്കുറിച്ച് മറ്റൊരു വ്യക്തിക്ക് അനുഭവമാകുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനമാണ് കർത്താവ് നമുക്ക് ഈ വലിയ പദവികളൊക്കെ തരുമ്പോൾ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഒരു ബോധ്യം. അത് നമ്മുടെ ദൗത്യമാണ്. അത് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവിക രക്ഷയുടെയൊക്കെ പറഞ്ഞ ചിലപ്പോൾ ചില സഭകളുടെ പ്രത്യേകതയായിട്ടൊക്കെ വ്യാഖ്യാനിക്കും, അതൊന്നും ഞാൻ പറയുന്നില്ല. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പരമോന്നതമായ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ ആ കണ്ടെത്തിയ യേശുവിനെ മറ്റൊരാൾക്കുമായിട്ട് പങ്കുവെക്കണം, മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തണം, മറ്റുള്ള അനുഭവത്തിലേക്ക് നയിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള ഒറ്റാലിന് അകത്ത് കിടന്നിട്ട് നമ്മൾ പഠിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബൈബിൾ അനുസരിക്കുന്നു, നമ്മൾ തയ്ക്കുന്നു. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു വലിയ ദൗത്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് മാത്രം, ഇപ്പോൾ ഇങ്ങനെ ഒരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതുകൊണ്ടാണ് സ്മിത ഇവിടെ വരാൻ കാരണം. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നവർ. പലപ്പോഴും ഇങ്ങനെ വന്ന ഓരോ ശുശ്രൂഷയിൽ ഇന്നലെ വന്നപ്പോൾ ചിലർ പറയുന്നു ആദ്യത്തെ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തവർ വന്നിട്ടുണ്ട്, 2ാമത്തെ വന്നിട്ടുണ്ട്. അവർ ഉപവാസ പ്രാർത്ഥന എന്ന് അറിഞ്ഞുകൂടാ, ഇതൊരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ. അപ്പോൾ ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് കടന്നു പറഞ്ഞ് ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അവസാനം ആ സഹോദരി 21 ദിവസം ഉപവാസം എടുത്ത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിയതായിട്ട് ഇന്നലെ ഇവിടെ ഈ ടെസ്റ്റ് മണി റൗണ്ടിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ലോകത്തിന് അനുഭവമാക്കണം. അത് ഞാൻ പറഞ്ഞതിൽ യു ക്യാൻ അക്സെപ്റ്റ് ഇഫ് യു വാണ്ട് ടു, ബട്ട് ഇതാണ് നമ്മുടെ വലിയ ദൗത്യം. ശരിയാണോ? ബൈബിൾ പഠിക്കണം, അത്യാവശ്യമാണ്. ഇടവകയുടെ ചുമതല നടത്തണം, അത്യാവശ്യമാണ്. അതോടൊപ്പം ഒരാൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം നമ്മൾ എന്തെല്ലാം ചെയ്താലും അതിനോട് സമമാകുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഈ 4 പതിറ്റാണ്ടിലെ അനുഭവം. അതിന് ദൈവം സഹായിക്കട്ടെ. സോ സ്മിത ഗെറ്റ്സ് 2.5 മാർക്സ്. ദൈവനാഥ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ കടന്നു വരുവാൻ ദൈവനെ സഹായിച്ചതിനെ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോൺ സക്കറിയ, എൻ്റെ സ്വദേശം അടൂരാണ്. ക്രിസ്തീയ മാതാപിതാക്കളാലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം മരിച്ചു. അമ്മയുണ്ട്, അമ്മയ്ക്ക് പ്രായമാണ്, 82 വയസ്സുണ്ട്. എനിക്ക് മൂത്ത സഹോദരിയും ഇളയ 2 സഹോദരന്മാരും എനിക്ക് ഭാര്യയും മകളുമുണ്ട്. ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതിനാൽ
എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പാനും കർത്താവിനെക്കുറിച്ച് അറിയുവാനും ദൈവം എനിക്ക് സഹായിച്ചു. ഞങ്ങളുടെ അടുത്ത് ഷാരോൻ ചർച്ചിൻ്റെ ഒരു സൺഡേ സ്കൂൾ പ്രോഗ്രാമും ചർച്ചും ഉണ്ടായിരുന്നു. ഞാനവിടെ എല്ലാ ഞായറാഴ്ചയും ഞാൻ പതിവായി അവിടെ പോകുമായിരുന്നു. അത് എൻ്റെ സഹോദരങ്ങൾ വന്നില്ലെങ്കിലും എന്തെല്ലാം വിഷയം ഉണ്ടെങ്കിലും ഞാൻ അവിടെ സ്ഥിരമായിട്ട് കടന്നു പോകുമായിരുന്നു. അവിടെ ഒരു അപ്പച്ചൻ വന്ന് പാസ്റ്റർ വന്ന് ഞങ്ങളെ ശനിയാഴ്ച വൈകിട്ട് തന്നെ സൺഡേ സ്കൂളിനായിട്ട് ക്ഷണിക്കുമായിരുന്നു. അപ്പച്ചൻ 2 വർഷം മുമ്പ് മരിച്ചു. നല്ല പ്രായത്തിൽ മണക്കാലയുടെ അപ്പച്ചനാണ്. അദ്ദേഹം പാസ്റ്ററുമായിരുന്നു. അന്നേരം മണക്കാല സെമിനാരിൽ നിന്ന് തന്നെ അന്നും അവിടെ പഠിച്ചുകൊണ്ടിരുന്നതായ വിദ്യാർത്ഥികൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കടന്നു വന്ന് ഞങ്ങളെ ദൈവം പഠിപ്പിക്കുകയും കർത്താവിനെക്കുറിച്ച് പറയുകയും നല്ല കഥകൾ പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും സങ്കീർത്തനം വായിക്കാനും മനപ്പാഠം പഠിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഞാൻ പതിവായി പോകുമായിരുന്നു. ദൈവം നന്നായിട്ട് ബാല്യം മുതൽ തന്നെ ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ അന്ന് എനിക്ക് സൺഡേ സ്കൂളിലൊക്കെ നല്ല സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചർച്ചിലും സെൻട്രൽ ലെവലൊക്കെ നല്ല സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. ഞാൻ അതിന് ശേഷം അടൂർ ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ച് എനിക്ക് നല്ല മാർക്കോടെ പാസ്സാവാൻ ദൈവം എന്നെ സഹായിച്ചു. ചെറുപ്പം മുതൽ എനിക്ക് പഠന വിഷയങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. പിന്നീട് ഞാൻ BAയും MAയും പന്ത്രണ്ട് കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചു. എനിക്ക് ഒരു നല്ല ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു അധ്യാപകനായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. എൻ്റെ ഇഷ്ടവിഷയം എക്കണോമിക്സ് ആയിരുന്നു. എനിക്ക് ആ വിഷയത്തോട് പ്രത്യേക താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ BAയും MAയും ഞാൻ പന്ത്രണ്ട് കോളേജിൽ നിന്ന് NS കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അതിനോട് ഞാൻ സ്നാനപ്പെട്ടു. പിന്നീട് എനിക്ക് കർത്താവിൻ്റെ നിയോഗമുണ്ടായി. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള നിയോഗമുണ്ടായി. ലോകപ്രകാരമുള്ള ജോലിയല്ല, കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ചെയ്യണം എന്നുള്ള നിയോഗം എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ അതിന് ശേഷം എൻ്റെ MA വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ സെമിനാരിൽ പോയി ദൈവവചനം പഠിച്ചു. സറാംബർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ബാച്ചിലർ ഓഫ് ഡിഗ്രിയും മാസ്റ്റർ ഓഫ് തിയോളജിയും പാസ്സായി. അപ്പോൾ എനിക്ക് കിട്ടിയ നിയോഗം എന്നെപ്പോലെ അനേകം യൗവനക്കാരെ ദൈവവചനം പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിലും അയക്കുക. അവർ സെമിനാറുകളിൽ വരും. അപ്പോൾ അതിനുവേണ്ടി അധ്യാപകനാകണം. അതിനുള്ള യോഗ്യതയും വിദ്യാഭ്യാസവും ദൈവം എനിക്ക് തന്നു. മാസ്റ്റർ ഓഫ് തിയോളജി ഞാൻ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ അധ്യാപകനായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. അനേകം വിദ്യാർത്ഥികളെ ഞങ്ങൾ സെമിനാരി ടീമായിട്ട് ചേർന്ന് ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച് ഇന്ത്യയിലെ അനേകം ഗ്രാമങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി ഞങ്ങൾ അയക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം സഹായിച്ചാൽ തുടർന്നും അത് ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷവും. തുടർന്നും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രകാരം കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാം ക്ഷണിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. തീർച്ചയായിട്ടും അതിമാത്ര ഒരു ശുശ്രൂഷയാണ്. അനേകരെ പഠിപ്പിക്കുക, പഠിപ്പിച്ച് അവരെ അയക്കുക. പഠനത്തോടെ നിർത്തുകയല്ല. അവർ എവിടെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രാമങ്ങളിലും അനേക വേറെ സംസ്ഥാനങ്ങളിലും ഒക്കെ എന്നുള്ളവരോട് വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളക്കാരും ഉണ്ട്, മലയാളികളും ഉണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊന്നും ഇന്ന് ഇതിന് യാതൊരു വിധത്തിലുള്ള സ്കോപ്പും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവിടെയൊക്കെ കടന്നു പോകുന്നത്. ഞാൻ ആന്ധ്രാപ്രദേശിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് 2000-ലധികം സഹോദരങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളായിട്ട് ക്രൈസ്തവർ. അവർക്ക് ഒരു ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്. പാഴ്സി കംപ്ലീറ്റ് ഒരു വലിയ ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആന്ധ്രയിൽ 1% താഴെയാണ് ക്രിസ്ത്യാനി. ചില ഗ്രാമങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ആരുമില്ല. അപ്പോൾ ഒരു വലിയ ദൗത്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് ഇങ്ങനെയുള്ള സഹോദരങ്ങളെ പരിശീലിപ്പിച്ച് അയക്കുന്നത് അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ്. കൂടുതലായിട്ട് മിഷൻ സെക്രട്ടറിയാക്കാനുള്ള ശക്തിയും പ്രാപ്തിയും ദൈവകൃപയും ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. Yes, he gets 4 marks. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. വിശേഷാൽ ബൈബിൾ ക്രൗൺ 2026 എന്നുള്ള ഈ മത്സരത്തിൽ വേദിയിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരു CSI പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. 2012 ദൈവത്തെ എനിക്ക് കൂടുതലായിട്ട് അറിയുവാനായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. ചെറുപ്പം മുതലേ ദൈവവചനം പഠിക്കുകയും ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉത്സാഹിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 എൻ്റെ BSc നഴ്സിംഗ് പഠനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. അവിടുത്തെ ഇൻറ്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പരീക്ഷകൾ എഴുതിയിരുന്നു. അങ്ങനെ UPSCയുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതി. അങ്ങനെ ചണ്ഡീഗഡിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അവിടത്തേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ വരുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ആ സമയത്ത് ചർച്ചിലൊരു ഉപവാസപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ എന്നോട് വന്ന് പറഞ്ഞു, കാരണം എനിക്ക് ജോലിയൊക്കെ കിട്ടിയിരിക്കുകയാണ്, വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇനി പരീക്ഷണങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് എന്നോട് ആലോചന പറയാൻ ഇടയായി തീർന്നു. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് എന്ത് പരീക്ഷണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്തോ കേസ് മുഖാന്തരം അത്
സ്റ്റേ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ എനിക്ക് ജോലി കിട്ടേണ്ട സമയത്ത് അത് ലഭിച്ചില്ല. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പഠനം കഴിഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ജോലിക്ക് പോയി തുടങ്ങി. എന്നാൽ ആ സമയത്ത് എനിക്ക് ജോലിക്ക് വേണ്ടി അപ്പം ഞാൻ നാട്ടിൽ തന്നെ പലയിടത്തും ശ്രമിച്ചു. എങ്കിലും ഞാൻ ചെല്ലുന്നിടത്തല്ല എനിക്ക് മുമ്പാകെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ ചെന്ന് എവിടെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്താലും അവിടെയൊന്നും എനിക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. കാരണം അങ്ങനെ ബുദ്ധിമുട്ട്, കാരണം പഠിച്ചു, ജോലി ഇല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ആലോചന അറിയിച്ചു, ഒരു ദൈവദാസിയിലൂടെ നീ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ നിനക്ക് ജോലി ലഭിക്കും, അവിടെ ആയിരിക്കും നിൻ്റെ ശുശ്രൂഷ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എങ്കിൽ ഇതൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും നാളുകൾ ചെല്ലുന്തോറും എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ഞാൻ തന്നെ ഒരു അവിശ്വാസം എന്ന് വെച്ചാൽ ഒരു സംശയത്തിൻ്റെ ഇതിലേക്ക് മാറ്റപ്പെടുവാൻ തക്കോണം ഇടയായി തോന്നുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്ദിക്കപ്പെടുന്ന ഒരു അനുഭവം പോലെ എൻ്റെ ജീവിതം മാറ്റപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 8 മാസത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് ഒരു മറുപടി വരുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ അവിടുന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് എനിക്ക് ശരീരത്തിന് വല്ലാത്ത പനിയാൽ ഞാൻ ഭാരപ്പെട്ടു. അങ്ങനെ കോട്ടയം മാങ്ങാനത്തുള്ള മന്ദിര ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റ് അവിടെ കടന്നപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അത് ആദ്യത്തെ ദിവസം ചെക്ക് ചെയ്യുമ്പം 1 ലക്ഷം വേണ്ടടുത്ത് എനിക്ക് 80,000 ഒക്കെ ഉണ്ട്. അഡ്മിറ്റ് ചെയ്തു, പനിയുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ചെക്ക് ചെയ്തപ്പോൾ അത് 60,000 പിന്നെ അത് 40,000 താഴെയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആഗ്രഹിച്ച ജോലി കയറണമെന്ന് അവിടുന്ന് അവർ ആ ടൈം ലിമിറ്റ് തന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് എത്രമാത്രം നല്ലവനായിരുന്നു എന്ന് രുചിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് ആ സമയം എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഞാൻ ആശുപത്രി കിടക്കയിലായിരിക്കുന്നു, എനിക്ക് തീരെ വയ്യാത്ത അനുഭവമാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ കൗണ്ട് കുറയുന്ന സാഹചര്യത്തിൽ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും നിന്നെ വിടുവാൻ സാധിക്കത്തില്ല. കാരണം ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ അത് നിന്റെ ഭാവിയെ തന്നെ ബാധിക്കും. അപ്പം എൻ്റെ പേരൻസും ഞാനും ഉണ്ട്. എൻ്റെ പേരൻസ് രാത്രിയിൽ നിന്ന് കരഞ്ഞ് എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാം. എങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തിയോ ആ ശരീരത്തിനുള്ള ബലമോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് നാളെ തന്നെ ഡിസ്ചാർജ് വേണം, കാരണം ഞാൻ അവിടെ ചെന്ന് ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നാളത്തെ കൗണ്ട് നോക്കട്ടെ, അത് 40,000 എന്നുള്ളത് ഇനിയും താഴെ പോവുകയാണെങ്കിൽ നിന്നെ ഒരു കാരണവശാലും വിടാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കൗണ്ട് പിറ്റേ ദിവസം നോക്കുമ്പം ഈ 40,000 എന്നുള്ളത് 85,000 ആയിട്ട് മാറ്റപ്പെടുവാൻ തക്കോണം ഇടയായിരുന്നു. ഒറ്റയടിക്ക് തന്നെ അത്രയും കൂടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പ്ലേറ്റ്ലെറ്റോ മറ്റൊന്നും സ്വീകരിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ കൗണ്ട് ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി എനിക്ക് അവിടെ കാണുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഡോക്ടറോട് തലേദിവസമേ പറഞ്ഞിരുന്നു, എൻ്റെ കൗണ്ട് കൂടുവാണെങ്കിൽ എന്നെ എന്തായാലും ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് ഈ കൗണ്ട് ഇങ്ങനെ കൂടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കൗണ്ട് കൂടുകയും അന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആക്കി. പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടേക്ക് കടന്നു പോകാനും എൻ്റെ ആഗ്രഹിച്ച ആ ജോലിയിലേക്ക് എനിക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം ഇടയായിരുന്നു. അപ്പം അന്ന് മുതലേ ദൈവത്തിൻ്റെ ആ അത്ഭുത രോഗസൗഖ്യം, ദൈവം എത്രമാത്രം നമ്മുടെ പ്രയാസങ്ങളിൽ കൂടെ നിന്ന് നമ്മളെ നടത്തുന്നതിനാണ് എൻ്റെ മുമ്പിൽ വരുന്ന രോഗികളോടൊക്കെ എനിക്ക് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വിശേഷാൽ ഞാൻ റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനോടൊക്കെ പലപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് പേഷ്യൻസ് എൻ്റെ അടുക്ക വരുമ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് നിൽക്കുന്ന ഒരു അപൂർവ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും അവരെ ആശ്വസിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം അവരോട് പറയുവാനൊക്കെ ഇടയായിത്തീരുന്നുണ്ട്. വിശേഷാൽ എൻ്റെ ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ആ ക്യാൻസർ സർജറി കഴിഞ്ഞ ശേഷം ബ്രസ്റ്റിനുണ്ടായിരുന്ന വലിയൊരു മുറിവ്, അത് കൂട്ടിച്ചേർക്കാൻ പറ്റാതെ വണ്ണം ബുദ്ധിമുട്ടായിട്ടിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ വല്യമ്മച്ചിയും അതുപോലെ എൻ്റെ മാതാവും മറ്റു പ്രിയപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അത് കാണുമ്പോൾ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്ത രീതിയിൽ ആ വൂണ്ടായത് ഞങ്ങളുടെ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ എനിക്ക് പറയുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ആകയാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം തരുന്ന സ്ഥലങ്ങളിലൊക്കെയും
ഈ വിധത്തിൽ ദൈവം ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെയും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളെ മറ്റുള്ളവരോട് പറയുവാനും ദൈവം എത്രമാത്രം നല്ലവനാണെന്നും രോഗസൗഖ്യദായകനാണെന്നും ഒക്കെയും പറയുവാനുള്ള അവസരങ്ങളായിട്ട് ഇതൊക്കെ മാറ്റപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. തുടർന്നും എന്നെ ഓർത്തും എൻ്റെ ഈ ശുശ്രൂഷകളെ ഓർത്തും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ബിബിനെ രോഗികളോടൊക്കെ പറയുന്ന ഒരു ശുശ്രൂഷയുടെ പ്രതി എന്നുള്ള രീതിയിലാണോ അതോ പേഴ്സണൽ ഇവാഞ്ചലിസമാണോ? പേഴ്സണൽ ഇവാഞ്ചലിസം ആണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ ഭയപ്പെടുന്ന രോഗമാണ് ക്യാൻസർ. പ്രത്യാശയില്ലാത്ത അവസ്ഥയിലാണ് അനേകരും വരുന്നത്. അവിടെയൊക്കെ അവരോട് കർത്താവിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു വലിയ മഹത്വമുള്ള ശുശ്രൂഷയാണ്. ഒരു പ്രത്യാശയിലേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണം കഴിയും. ഒന്നാമത്തെ കാര്യം ആത്മവിശ്വാസമാണ് സൗഖ്യത്തിൻ്റെ നിദാനമായിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റേതായിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ആ വലിയ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ സൗഖ്യത്തിൻ്റെ ആദ്യത്തെ പടി കിട്ടിക്കഴിഞ്ഞു. ഏത് ക്യാൻസർ പേഷ്യൻസ് ആയാലും എത്രയോ അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെയും സൗഖ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് അവരുടെ ആത്മധൈര്യമാണ്, ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഭൗതികമായ കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല, പിന്നെയോ കർത്താവിൽ നിന്നുള്ള ആ വലിയ പ്രത്യാശ. തീർച്ചയായിട്ടും അതിമഹത്തായ ശുശ്രൂഷയാണ്. ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടാണ്. താങ്കൾ യു ആർ ഡൂയിങ് ഇറ്റ് എലോൺ ഉണ്ടാവും. അത് മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് ആകർഷിച്ച്, കാരണം ഇത്രമാത്രം ക്യാൻസർ പേഷ്യൻസ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ മാത്രമല്ല, ഇവിടെ എത്രയോ ക്യാൻസർ ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു റിമെമ്പർ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് എന്നും പറഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഒന്നിച്ചു കൂടാറുണ്ട്. അപ്പൊ അവിടെ ഈ പേഷ്യൻസിനെ കൂടെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. വരാൻ പറ്റുന്നവർ അവരവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ അവിടെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നേഴ്സിംഗ് ഫീൽഡിൽ യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ കാലം മുതൽ ഇന്നുവരെയും ഇതൊരു ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെ ശുശ്രൂഷയാണ് ഞാൻ കാണുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ആദായ സൂത്രമാണ്. നമ്മൾ പോകുന്നു, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നൊരു പ്രൊഫഷനാണ്. പക്ഷേങ്കിൽ അതുതന്നെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അതിമഹത്തായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. അപ്പോൾ സമാന ചിന്താഗതിയുള്ളവരെ ഒക്കെയും ഒന്ന് കൂട്ടിച്ചേർത്ത് അതിനൊരു പ്രാർത്ഥിക്കുക. അപ്പം ദൈവം അതിന് വേണ്ടിയിട്ടൊരു വഴി തുറക്കും. അപ്പോൾ അനേകർക്ക് അത് 10 പേരായിരിക്കാം, ചില 2 പേരായിരിക്കും, ഒരാളായിരിക്കാം. ബട്ട് അതൊരു വലിയ നിധിയാണ് ഒരാളെ നേടുക യേശുവിന് വേണ്ടി. കൂടുതലായിട്ട് ദൈവം സഹായിക്കട്ടെ. സോ ബിബിൻ ഗെറ്റ്സ് 4 മാർക്സ്. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റ് മണി റൗണ്ട് അവസാനിക്കുകയാണ്. ആർത്തിരമ്പും ആഴിയിൽ ആഞ്ഞടിക്കും കാറ്റിലൻ തോണി താഴ്ന്ന വേളയിൽ യേശുവൻ തോണിയെ കോരിയെടുത്തു. യേശുവിൻ കരങ്ങൾ കാറ്റിനെ പിളർന്നു. യേശുവിൻ പാദങ്ങൾ ആഴിമീതെ നടന്നു. Shine his face upon you and be gracious unto you. May the Lord look upon you. Yevarecha Adonai veish merecha. Let's sing together. Let's praise together. Let's proclaim all together. Jesus is of God. Jesus is of Lord. Jesus is of Savior. Jesus is the King of Kings. Love you, Jesus. Love you. Love you, Jesus. Love you. Love you, Jesus. Love you, Jesus. Love you. Love you, Jesus. Love you. Love you. അടുത്തതായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ഞാൻ പറയുന്ന വേദഭാഗം പെട്ടെന്ന് എടുത്ത് വായിക്കണം. മറ്റുള്ളവർ വായിച്ചോടെ, നമ്മൾ കിട്ടുമ്പോൾ ഉടനെ ഞങ്ങൾ വായിച്ചാൽ മതി. ഓൾ റൈറ്റ്.
തെറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ -1 മാർക്ക്, 2 മാർക്കേ ഉള്ളൂ ഇതിന്. ജസ്റ്റ് നിങ്ങളുടെ ഒരു വേദപരിചയം ഒന്നുകൂടെ പുതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ വായന സദൃശവാക്യങ്ങൾ 10:17. പ്രബോധനം അനുസരിക്കുന്നവൻ ജീവന്റെ മാർഗത്തിലാകുന്നു, ശാസന ത്യജിക്കുന്നവനോ തെറ്റിപ്പോകുന്നു. Exactly the right answer. 2 marks for Smita Shibu. Close your Bibles. രണ്ടാമത്തെ വായന സെഫന്യാവ് 2:10. ഇത് അവരുടെ അഹങ്കാര നിമിത്തം അവർക്ക് സംഭവിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്നെയും വമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ. Exactly the same answer. Right, 2 more marks for Smita. മൂന്നാമത്തെ റീഡിംഗ് ആണ് മർക്കോസിന്റെ സുവിശേഷം 10:27. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. Exactly the right reading. Bibin K. Matthew gets 2 marks. Last reading. തീത്തോസ് 2:11. എന്തെന്നാൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. Exactly the same reading. 2 marks for Bibin K. Matthew. Right? ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. I request the judges to tabulate the marks and announce the winners. നാം ഇവിടുന്ന് 2 പേരെ തിരഞ്ഞെടുക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. They will go to the Joshua stage. 7 സ്റ്റേജാണുള്ളത്. 7ാമത്തെ സ്റ്റേജിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന വ്യക്തിക്ക് 1,00,000 രൂപ സമ്മാനമുണ്ട്. കൂടാതെ 3 കോൺസലേഷൻ പ്രൈസസ് ഉണ്ട്. 5,000 റുപ്പീസിൻ്റെ 3 കോൺസലേഷൻ പ്രൈസസ് ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് ഒന്നേ ഉള്ളൂ, 1 lakh. ബാക്കി 3 എണ്ണം കോൺസലേഷൻ പ്രൈസസ് ആണ്, 5,000. All right, will you please announce? First prize goes to Mr. John Zakaria. Yes, give me a good hand. And the second prize to Mr. Bibin Matthew. Thank you very much. ഇവിടെ ഈ ക്വിസ് കോമ്പറ്റീഷൻ അവസാനിച്ചാലും ഈ ശുശ്രൂഷ ഇത് അവസാനിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാന്നിധ്യത്തിനായിട്ടും സഹകരണത്തിനായിട്ടും ഇതിൽ പങ്കാളിത്തത്തിനായിട്ടും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് കർത്താവിൻ്റെ വേല, അതാണ് ഏറ്റവും മഹത്തരമായ കാര്യം. ഇല്ല പ്രൈസിന് വേണ്ടിയിട്ടല്ല, അതിലുപരിയായിട്ട് യേശുവിൻ്റെ സാക്ഷികൾ അനേകർക്ക് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ഇടവകളും അതിൻ്റെ പുറത്തും കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.